നിലവിൽ വ്യൂസ് 5,75,590 ഉണ്ടായിട്ടും ഏണിങ്സ് വെറും 0. ഇവരുടെ അക്കൗണ്ടിൽ ഒരു പ്രശ്നവുമില്ല. നിലവിൽ നമ്മൾ പ്രൊഫൈൽ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. നമ്മളുടെ റെക്കമെൻഡേഷൻ ആക്റ്റീവാണ്, അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആക്റ്റീവാണ്, മാർക്കറ്റ് പ്ലേസ് ആക്റ്റീവാണ്. ഇതെല്ലാം ആക്റ്റീവാണ്. എന്നിട്ടും നമുക്ക് ഏണിങ്സ് വെറും 0 മാത്രമാണ് കാണിക്കുന്നത്. ഇത് ഒരാളുടെ മാത്രമല്ല, ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇവരുടെ വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഓരോരോ കണ്ടന്റിന് ലഭിക്കുന്ന വ്യൂസ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വൈറലായിട്ടുള്ള വീഡിയോ ഞാൻ നോക്കാം. നമുക്ക് ഇതിവിടെ നോക്ക്, ഇതിന്റെ സി ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നല്ല രീതിയിൽ റീച്ച് ആയിട്ടുള്ള ഒരു റീലാണിത്. 498K, അതായത് 500,000 പകുതി മില്യണോളായിട്ടും ഏണിങ്സ് വെറും 0. ഇവരുടെ അക്കൗണ്ടിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ നോട്ട് റെക്കമെൻഡബിളും ആയിട്ടില്ല. ഒരു കുഴപ്പമില്ല. കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല. എന്നിട്ടും ഏണിങ്സ് വെറും 0 കാണിക്കുന്നു. ഒരാളുടെ ഇഷ്യൂ മാത്രമല്ല, ഒരുപാട് പേർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ തന്നെ അക്കൗണ്ടിൽ ഞാൻ മെറ്റ വെരിഫൈഡ് ബാഡ്ജ് എടുത്തിട്ട് ഡയറക്റ്റ് മെറ്റ ടീമുമായിട്ട് ചാറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അവർ പറയണം മാർച്ച് 12 മുതൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു. അതായത് 5 സെക്കൻഡ് മിനിമം 5 സെക്കൻഡെങ്കിലും ആൾക്കാർ പിന്നെ റീല് കാണണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഉണ്ടാകണം, എൻഗേജ്മെന്റ് ഉണ്ടാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെങ്കിലും നമുക്ക് ലഭിക്കാനല്ല. ഈ ഫോട്ടോ ഒക്കെ നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ ഫോട്ടോയുടെ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ കണ്ടന്റ് മോണിറ്റൈസേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോട്ടോക്കും ഇല്ല, ടെക്സ്റ്റിനും ഇല്ല, സ്റ്റോറിക്കും ഇല്ല, എക്സ്ട്രാ ബോണസിനും ഇല്ല, റീൽസിനും ഇല്ല, ഒന്നിനും ഇല്ല. അപ്പൊ ഇത് എന്തെങ്കിലും എൻ്റെ ഒരു ധാരണ ഞാൻ പറയുകയാണെ, ഇത് ഫേസ്ബുക്കിന്റെ ഒരു ഗ്ലീച്ചാണ്, ഒരു ബഗ്ഗാണിത്. ഇത് ഇങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫേസ്ബുക്കിന് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ശരിയാവാനുള്ള സാധ്യത ഉണ്ട്. ഒരുപാട് പേരുടെ ഈ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഫേസ്ബുക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. ഇതിപ്പോ നമ്മൾ മെറ്റ ടീമുമായിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ടൈമിനും പലതരത്തിലുള്ള ഏജന്റുമാരാണ് വരുന്നത്. അവർക്ക് ഇതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ, ഒരു വ്യക്തത അവർക്കും തരാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഒന്ന് ഫേസ്ബുക്കിനൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഇഷ്യൂ ശരിയാവുമോ എന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ആയവരൊക്കെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ഇതിന്റെ ഒരു ഭാഗത്ത് ഇവിടെ സെറ്റപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അത് ഞാൻ ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മോണിറ്റൈസേഷന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഡാഷ്ബോർഡ്, പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ഈ ഒരു ഭാഗത്ത് പോയിട്ട് ഇവിടെയും നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാറ്റസ്, പ്രൊഫൈലിന്റെ സ്റ്റാറ്റസ് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം ഒരു 3 ടോട്ടൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ പ്രൊഫൈലിന്റെ സ്റ്റാറ്റസിന്റെ ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിന്റെ സ്റ്റാറ്റസും ഇവിടെ കാണാൻ സാധിക്കും. ഇതും നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ. അപ്പൊ ഈ 3 ഏരിയയും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നേരെ താഴേക്ക് പോവുക. അതായത് സെറ്റിംഗ്സിന്റെ ഭാഗത്ത് പോയിട്ട് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം റിപ്പോർട്ട് എ പ്രോബ്ലം, നമ്മളുടെ ഫേസ്ബുക്കിന്റെ എന്തെങ്കിലും ടെക്നിക്കൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ റിപ്പോർട്ട് എ പ്രോബ്ലം എന്നുള്ള ഭാഗത്ത്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ റിപ്പോർട്ട് എ പ്രോബ്ലത്തിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് നമ്മളുടെ റിപ്പോർട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് റിപ്പോർട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇവിടെയുള്ള ഈ ഇൻക്ലൂഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ പ്രൊഫൈലിനാണോ ഇഷ്യൂ, പേജിനാണോ ഇഷ്യൂ, നമ്മൾ ആദ്യം നോക്കുക. പ്രൊഫൈലിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ താഴെയുള്ള ഈ പ്രൊഫൈൽ എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ആക്കാം. ഓക്കെ. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അപ്ലോഡ് ഫ്രം ഫോൺ എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ ആദ്യം ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് എഴുതി കൊടുക്കേണ്ടതെന്ന് ഞാനിപ്പം അവിടെ ടൈപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് ഫ്രം ഫോൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ആ 3 ഇമേജും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് പോവാതെ ആദ്യം ഇത് ചെയ്തു കൊടുത്ത് അതിനുശേഷം രണ്ടാമത്തെ ഇമേജും കൂടി ചെയ്തു കൊടുക്കുക. അതിനുശേഷം മൂന്നാമത്തെ ഇമേജും കൂടി ചെയ്തു കൊടുക്കുക. ഓക്കെ.
അപ്പോൾ നമ്മൾ അവിടെ ഇമേജ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഞാൻ പിന്നിൽ എൻ്റെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അത് എടുക്കാം വേണ്ടുന്നവർ. അപ്പോൾ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ഫില്ല് ചെയ്തു, അതുപോലെ തന്നെ ഇമേജും അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ കോർണറിലുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ കോർണറിലുള്ള ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റിപ്പോർട്ട് പോകുന്നതായിരിക്കും. ഫൈനലൈസിങ് ബഗ് റിപ്പോർട്ട്, അതായത് ബഗ് തന്നെയാണ് ഫേസ്ബുക്കിന്റെ എൻ്റെ ഒരു ധാരണയിൽ ഇതൊരു ബഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഈ ഒരു ഇഷ്യൂ വരില്ല. ജസ്റ്റ് ഒരു ഫോട്ടോക്കെങ്കിലും നമുക്ക് ഏണിങ്സ് ലഭിക്കണമല്ലോ. അതെ, താങ്ക്സ് യുവർ ഫീഡ്ബാക്ക് ഹെൽപ്സ് ഫോർ ഫേസ്ബുക്ക്, അത് അങ്ങനെ ഒരു പിന്നെ നോട്ടിഫിക്കേഷൻ വരും. അതോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് മെയിൽ വഴിയായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷനിൽ വഴിയായിട്ടോ അവിടെ റിപ്ലൈ ലഭിക്കുമായിരിക്കും. അപ്പം അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് ശരിയാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഞാനിതിൽ 100% ഞാൻ ഉറപ്പ് തരുന്നൊന്നുമില്ല. എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിന് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് അത് അവർ ക്ലിയർ ആക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.